ഹായ് എവരി വൺ, വെൽക്കം ടു വണ്ടർ ഇംഗ്ലീഷ് ഫോർ യു. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ സ്പീച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സ്പീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് യൂണിറ്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. അവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് ഷാർലറ്റ് ബ്രോണ്ടിയുടെ ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം. I am no bird and no net ensnares me. I am a free human being with an independent will. എന്ന് വെച്ചാൽ ഐ ആം നോ ബേർഡ്, ഞാനൊരു പക്ഷിയല്ല, ആൻഡ് നോ നെറ്റ് എൻസ്നേഴ്സ് മീ, ഒരു വലയും എന്നെ അകപ്പെടുത്തുന്നുമില്ല. എൻസ്നേഴ്സ് എന്ന് പറഞ്ഞാൽ അകപ്പെടുത്തുക എന്നാണ്. ഐ ആം എ ഫ്രീ ഹ്യൂമൻ ബീയിങ് വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ. ഐ ആം എ ഫ്രീ ഹ്യൂമൻ ബീയിങ്, ഞാനൊരു ഫ്രീ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ്, അതായത് സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യനാണ്. വിത്ത് ആൻ ഇൻഡിപെൻഡൻറ്റ് വിൽ, സ്വതന്ത്രമായ ചിന്തകളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഒക്കെയുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ എന്നാണ് ഷാർലറ്റ് ബ്രോണ്ടി പറയുന്നത്. പിന്നെ നമുക്ക് ഈ യൂണിറ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്, അതൊക്കെ നോക്കാം. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് പേജിൽ കാണുന്നത് ഒരു 4 ഫേമസ് ആയിട്ടുള്ള ഫീമെയിൽ പേഴ്സണാലിറ്റീസിനെ കൊടുത്തിട്ടുണ്ട്. സ്മിത പട്ടേൽ, ഹെലൻ ബോഡൻ, മേരി കോം ആൻഡ് ജെ.കെ. റൗളിംഗ്. ഇവർ 4 പേരും 4 വ്യത്യസ്ത മേഖലകളിൽ ഫേമസ് ആയ വനിതകളാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മളൊരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റിൻ്റെ ടൈറ്റിലിൽ നിന്നും ഇപ്പോൾ കൊടുത്ത ഷാർലറ്റ് ബ്രോണ്ടിയുടെ ആ കോട്ടിൽ നിന്നും ഈ പിക്ചേഴ്സിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ദിസ് യൂണിറ്റ് ഈസ് അബൌട്ട് വിമൻ ആൻഡ് വിമൻ എംപവർമെൻറ്റ് ഓർ ലിബറേഷൻ ഓഫ് വിമൻ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ സ്പീച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ക്രിസ്റ്റീൻ ലഗാർഡിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. ക്രിസ്റ്റീൻ ലഗാർഡ്, ബോൺ ഇൻ പാരീസ് ഓൺ 1 ജനുവരി 1956. 1956 ജനുവരി 1 പാരീസിലാണ് ഇവർ ജനിച്ചിട്ടുള്ളത്. ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് എ G8 എക്കണോമി ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. അപ്പോൾ ഈ ക്രിസ്റ്റീൻ ലഗാർഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 8 എക്കണോമിയുടെ ആദ്യത്തെ വനിത ഫിനാൻസ് മിനിസ്റ്ററാണ്, ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയാവുന്ന ആദ്യത്തെ വനിതയാണ്. അതുപോലെ തന്നെ IMFൻ്റെ ഹെഡാവുന്ന ആദ്യത്തെ വനിതയുമാണ് ക്രിസ്റ്റീൻ ലഗാർഡ്. She calls for opening the doors to women's learning, labor and leadership in the economic field. This speech was delivered at the National Democratic Institute, Washington, D.C. on 19th May 2014. മെയ് 19 വാഷിങ്ടൺ DC-യിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് അവർ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ ഈ സ്പീച്ചിലോട്ട് പോവാം. അപ്പോൾ ഈ സ്പീച്ചിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊന്ന് നോക്കുമ്പോൾ, ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഈസ് ദ പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ എവറി സൊസൈറ്റി. സ്ത്രീ വിമോചനവും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവും എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും പ്രൈം ഇമ്പോർട്ടൻസ് ആണ്, അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വിമോചനമാണ്. ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത്, വി ഹാവ് അച്ചീവ്ഡ് പാർഷ്യൽ സക്സസ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗം വരെ നമ്മളതിൽ വിജയിച്ചിട്ടുണ്ട്, വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷെ നമുക്ക് ഇപ്പോഴും ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. വാട്ട് ഷുഡ് വി ഡു ടു അച്ചീവ് ദിസ് ഗോൾ? അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഗോള്, നമ്മുടെ ഈ ഇമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ എന്നുള്ള ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വിസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. അപ്പോൾ ഈ സ്പീച്ച്, അതായത് ഈ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഈ സ്പീച്ച് എന്തിനെ പറ്റിയിട്ടാണ്? ദ റിക്വിസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണത്തിന് റിക്വിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. റിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ സ്പീച്ച് പറയുന്നത്. നമുക്ക് സ്പീച്ചിലോട്ട് പോവാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നാണ് നമ്മുടെ സ്പീച്ചിൻ്റെ ടൈറ്റിൽ വരുന്നത്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ 3 L's, 3 L'കൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ 3 L's എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊക്കെയാണ് ഈ സ്പീച്ചിലൂടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. നമുക്ക് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്.
ഇത് അവർ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് കിൻഡ്രഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. The 21st century possesses many challenges that require new ways of thinking. അപ്പോൾ പറയുന്നത് 21-ാം നൂറ്റാണ്ട് ഒരുപാട് അപകടകരമായ അവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പൊസസ് മെനി ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായ അവസ്ഥകൾ സൃഷ്ടിക്കുക എന്നാണ്. എങ്ങനത്തെ അവസ്ഥകൾ? ദാറ്റ് റിക്വയർ ന്യൂ വേയ്സ് ഓഫ് തിങ്കിങ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മൾ പുതിയ വഴികൾ ആവശ്യമായിട്ടുള്ള പുതിയ ചിന്താഗതി ആവശ്യമായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ്, ഒരുപാട് വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരുപാട് അവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട് 21-ാം നൂറ്റാണ്ടിൽ എന്നാണ് പറയുന്നത്. നൺ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ എക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. അപ്പോൾ എന്താണ് ആ അവസ്ഥ? റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഈ വേൾഡിൽ വിമനിൻ്റെ റോൾ, എക്കണോമിക് റോൾ ഓഫ് വിമൻ ആണ് പറയുന്നത്. എക്കണോമിക് റോൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിലൊക്കെ സ്ത്രീകളുടെ റോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബട്ട് വിമൻ ടുഡേ റിമൈൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ പറയുന്നത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷേ വിമന്, അതായത് സ്ത്രീകൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തടയപ്പെടുന്നുണ്ട്. എന്തിൽ? കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ യഥാർത്ഥ കഴിവുകളെ സംഭാവന ചെയ്യുന്നതിൽ, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കുന്നതിലൊക്കെ അവരെ ഇപ്പോഴും തടയുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. This has a huge cost. In some countries, per capita income lags significantly because women are denied equal opportunity. പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് തുല്യ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ, തൊഴിൽ മേഖലകളിലാണെങ്കിലും ഏതിലാണെങ്കിലും സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ, പുരുഷനനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള ഈ കാരണം കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം കുറയുന്നുണ്ട്, ലാഗ് ചെയ്യുന്നുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം എന്നാണ് അർത്ഥം. They represent half the world's population but contribute far less than 50% of economic activity. വിമൻ എന്ന് പറയുന്നത് വേൾഡ് പോപ്പുലേഷൻ്റെ ഹാഫും വിമൻ തന്നെയാണ്. പക്ഷേ അവർ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് അവരുടേതായ സംഭാവന എന്ന് പറയുന്നത് 50%-നേക്കാളും കുറവാണ്. പോപ്പുലേഷനിൽ 50% ഉണ്ടെങ്കിലും, പകുതി ഉണ്ടെങ്കിലും എക്കണോമിക് ഫീൽഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ അവരുടെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ പകുതി പോലും വരുന്നില്ല എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്, ദാറ്റ് ഈസ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റാൻ എന്താണ് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്. ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി. അതായത് കൺസേർട്ടഡ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഘടിതമായ ശ്രമം, അതായത് എല്ലാവരും കൂടിയിട്ട് എടുക്കേണ്ട ഒരു ശ്രമമാണ് എന്ത്? ടു ഓപ്പൺ ദി ഡോർ ടു ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് അവസരങ്ങളിലേക്കുള്ള, ഓപ്പർച്യൂണിറ്റീസിനുള്ള വാതിലുകൾ തുറക്കണം. എങ്ങനെ? with what I call the 3 L's of women's empowerment, that is learning, labor and leadership. എന്തിലൂടെയാണ് സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഡോറ് തുറക്കേണ്ടത്? അതാണ് ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്ന ദ 3 L's, അതായത് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ നമുക്ക് ഈ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഇത് മൂന്നും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ലേണിങ്ങിനെ പറ്റിയിട്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. എന്ത് മാറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീകളെ സഹായിക്കും എന്ത്? ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ.
എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്നത്, സ്ത്രീയാണ് എന്ന പേരിൽ മാറ്റി നിർത്തുന്ന ആ ഒരു എക്സ്ക്ലൂഷൻ്റെ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാൻ, അതായത് ആ മാറ്റി നിർത്തലിൻ്റെ ആ ഒരു ബോണ്ടേജ്, ഷാക്കിൾസ് മീൻസ് ബോണ്ടേജ്, അതായത് തടസ്സം, ആ ഒരു തടസ്സത്തിനെ ബ്രേക്ക് ചെയ്യാൻ, ഭേദിച്ചും കൊണ്ട് എന്താ പറയുക, ഭേദിക്കാനൊക്കെ ലേണിങ് ആരെ ഹെൽപ്പ് ചെയ്യും, വിമനിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. Nowhere is this more essential than in the developing world. ഡെവലപ്പിംഗ് വേൾഡിൽ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അത്രയും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള കാര്യം അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു ഡെവലപ്പിംഗ് വേൾഡിൽ, അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇത് അത്രയും അത്യാവശ്യമുള്ള കാര്യം. There is an African adage that goes, if you educate a boy, you train a man. If you educate a girl, you train a village. അപ്പോൾ ഒരു ആഫ്രിക്കൻ ആഡേജ് ആണ് ഇവിടെ പറയുന്നത്. ആഡേജ് എന്ന് പറഞ്ഞാൽ വൈസ് സേയിങ് എന്നാണ് നമ്മുടെ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഒരു പഴമൊഴി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ആഫ്രിക്കൻ ആഡേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, യു ട്രെയിൻ എ മാൻ. നിങ്ങൾ ആ മനുഷ്യനെ എന്താ ചെയ്യാണ്, ട്രെയിൻ ചെയ്യുകയാണ്, അതായത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങൾ അതേസമയം നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങളൊരു ഗ്രാമത്തെ തന്നെ, ഒരു വില്ലേജിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസം നൽകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുത്തു നോക്കുക. നമ്മുടെ വീട്ടിൽ കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ആരാണ്, അമ്മമാരാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ കുട്ടി പിന്നീട് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് തന്നെ ആരാണ്, നമ്മുടെ അമ്മമാരാണ്. അപ്പോൾ ഈ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന വാല്യൂസും അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന പെരുമാറ്റ രീതികളും ഒക്കെയാണ് നാളെ സമൂഹത്തിലേക്ക് ഈ കുഞ്ഞിറങ്ങുമ്പോൾ അവൻ ചെയ്യുന്നതും അവൻ പഠിക്കുന്നതുമെല്ലാം ഈ അമ്മ പറഞ്ഞു കൊടുത്ത അറിവിൽ നിന്നാണ്. അപ്പോൾ ഈ അമ്മയുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് ആ ഒരു ഹോൾ ഫാമിലിക്ക് തന്നെ അതിൻ്റെ ഒരു നേട്ടം വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലേജിനെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ലേബറാണ്, തൊഴിലാണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ ലേബർ എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ കഴിവിനെ എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലറിഷ് ചെയ്യാൻ, അതിനെ ഫലഭൂഷ്ടമാക്കാനും അവർക്ക് അവരുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ, അവർക്ക് അവരുടെ ആ ഒരു കഴിവിനെ അച്ചീവ് ചെയ്തെടുക്കാനും ഒക്കെ എന്ത് സഹായിക്കും, ലേബർ സഹായിക്കും, തൊഴിലുകൾ സഹായിക്കും. But at present, when women participate in the workforce, they too often tend to get stuck in low-paying, low-status and low-security jobs. അപ്പോൾ ഇപ്പോഴും, അതായത് പ്രസൻറ്റ് ടൈമിലും സ്ത്രീകൾ വർക്ക് ഫോഴ്സിൽ, അതായത് ഈ തൊഴിലുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ they too often tend to get stuck in low-paying. അവർക്കിപ്പോഴും പുരുഷന്മാർക്ക് എത്രയാണോ പേ ചെയ്യുന്നത് അത്ര സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അവരുടെ സാലറി അതിലും കുറവായിരിക്കും. ലോ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ പുരുഷന്മാരുടെ അത്ര തന്നെ സ്റ്റേറ്റസ് സ്ത്രീകൾക്ക് കൊടുക്കില്ല. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, അവർക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത ജോലികളായിരിക്കും പലപ്പോഴും സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ. അതായത് നമ്മൾ വേൾഡ് വൈഡായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾ സമ്പാദിക്കുന്നത് പുരുഷന്മാരുടെ ഒരു 1/4 ഭാഗം മാത്രമാണ് സ്ത്രീകൾ സമ്പാദിക്കുന്നത്. അത് വേറൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട്, ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ദ സെയിം ഓക്യുപ്പേഷൻ. ഒരേ ജോലിയാണെന്നുണ്ടെങ്കിലും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഷുവർലി വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തീർച്ചയായും നമ്മുടെ ആദ്യത്തെ മാനദണ്ഡം എന്തായിരിക്കണം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം. അവിടെ ഒരിക്കലും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല.
ഒരു ജോലിക്ക് പുരുഷൻ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത്ര തന്നെ സ്ത്രീകൾക്കും നൽകണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട നമ്മുടെ ഒരു ദൃഢനിശ്ചയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് നോമാണ്, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. Recent researches show that eliminating gender gaps in economic participation can bring an increase in per capita income. നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതിനുള്ള കാരണമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നില്ല എന്നുള്ള ബേസിൽ പെർ ക്യാപിറ്റ ഇൻകം കുറയുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ റീസെൻറ്റ് റിസർച്ചസ് ഈയിടെ നടത്തിയിട്ടുള്ള റിസർച്ചുകൾ പറയുന്നത് എന്താണ്, എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, സാമ്പത്തിക മേഖലകളിലെ പങ്കാളിത്തത്തിൽ, അതായത് പാർട്ടിസിപ്പേഷനിൽ ഇങ്ങനെ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ആ ഒരു ജെൻഡർ ഗ്യാപ്പ് എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ അത് എടുത്തു കളഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് പറ്റും എന്നാണ് പറയുന്നത്. We can undoubtedly promote more opportunity for women in the workplace. അപ്പോൾ വർക്ക് പ്ലേസിൽ എന്ത് ചെയ്യണം, സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ, മോർ ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. It is all about changing laws. For example, by ensuring that property and inheritance laws do not discriminate against women. അത് പറയുന്നത് ചിലപ്പോൾ നിയമങ്ങളെ തന്നെ മാറ്റേണ്ടി വരും, ചേഞ്ചിങ് ലോസ്, നിയമങ്ങളെ തന്നെ മാറ്റേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, അതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നത് ബൈ എൻഷുറിങ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് എഗെയിൻസ്റ്റ് വിമൻ. ഈ പാരമ്പര്യ അവകാശങ്ങളും അതിൻ്റെ സ്വത്തിൻ്റെയൊക്കെ അവകാശങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ സ്ത്രീകളെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട് അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉറപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പരമ്പരാഗതമായ പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ കാര്യത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നൊരു രീതിയുണ്ട് നമുക്കിടയിൽ. ഡിസ്ക്രിമിനേഷൻ അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണത്. അതുകൊണ്ടാണ് അത് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ആൾസോ മീൻസ് പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഇറ്റ് ആൾസോ മീൻസ്, അത് ഉദ്ദേശിക്കുന്നുണ്ട് എന്ത്, പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഹെൽത്ത് കെയറും ഒക്കെ എൻകറേജ് ചെയ്യുന്ന പോളിസീസും അത് ഉദ്ദേശിക്കുന്നുണ്ട്. മോറോവർ, അതിലുപരി വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ്. ഈ സ്ത്രീകൾക്ക് ഈ ലോണ്, ഫണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ആക്സസ് കൊടുക്കുമ്പോൾ എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സ്ത്രീകളുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് സ്ത്രീകൾക്ക് ഒന്നും കൂടെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം സ്ത്രീകൾക്ക് ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ലേണിങ്ങും ലേബറും എന്ന് പറയുന്നത് കീ ഫാക്ടേഴ്സാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഈ വിമൻ എംപവർമെൻറ്റിൽ. അതാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ദ തേർഡ് എൽ, ദാറ്റ് ഈസ് ലീഡർഷിപ്പ്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. അപ്പോൾ ഈ തേർഡ് L ആയിട്ടുള്ള ലീഡർഷിപ്പ് ദാറ്റ് എനേബിൾസ്, അതെന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് എനേബിൾസ് വിമൻസിനെ, അതായത് സ്ത്രീകളെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രാപ്തരാക്കുന്നുണ്ട്. എന്തിനെ, ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അവരുടെ ടാലൻസിനെയും അവരുടെ കഴിവുകളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾഫിൽ ചെയ്യാനും അത് പരിപൂർണമാക്കാനും അതിന് അവരെ ഉയർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ത്, ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ എന്നാണ് മീനിങ്. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ ഈ ലീഡർഷിപ്പിൽ ഒരുപാട്, പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ധാരാളം അവസരങ്ങൾ എന്ത് ഉണ്ട്, ഇംപ്രൂവ്മെൻറ്റിനുള്ള അവസരങ്ങൾ ഉണ്ട്. ദ ഐറണി ഈസ് ദാറ്റ് when women lead, they tend to do as good a job as others, if not a better job. അതായത് ഇതിലുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞാൽ, ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നാണ് മീനിങ്. വിമൻസ് ലീഡ് ചെയ്യുമ്പോൾ, അതായത് സ്ത്രീകൾ ലീഡ് ചെയ്യുമ്പോൾ അവർ മറ്റുള്ളവർ എങ്ങനെയാണോ ആ ജോബിനെ ചെയ്യുന്നത്, നല്ലതാക്കി ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരും ശ്രമിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ മോർ ലൈക്ലി ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. അതായത് സ്ത്രീകൾ അധികവും തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിൻ്റെയൊക്കെ ബേസിലാണ്,
കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. കൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു താല്പര്യങ്ങൾ. അപ്പോൾ പൊതു താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും അനുകമ്പ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും അതുപോലെ ഒരുപാട് കാലം നിലനിൽക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ബേസിലാണ് സ്ത്രീകൾ അധികവും തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പിറ്റൻസ്. അതായത് പലപ്പോഴും സ്ത്രീകൾക്ക് അവരുടെ കോമ്പിറ്റൻസിനെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് കുറയുന്നുണ്ട്. അതായത് അവരുടെ കഴിവിനെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് അവർക്ക് കുറയാറുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നാരറ്റീവ് ഇൻ ദെയർ ഫേവർ. പിന്നീട് പറയുന്നത് ഈ ചിന്താഗതി മാറേണ്ടതുണ്ട്, ഈ മൈൻഡ് സെറ്റ് മാറേണ്ടതുണ്ട്. ആൻഡ് റീസെറ്റ്, ഇതിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റിയെടുക്കേണ്ടതുണ്ട്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്തിന് റെഡിയാവണം? ടു ഡെയർ ദ ഡിഫറൻസ്. അവരുടെ ഇത്തരം മാറ്റങ്ങളെ ഒക്കെ ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തയ്യാറാവണം എന്നാണ് പറയുന്നത്. എന്തിന്? ടു ടേക്ക് റിസ്ക്സ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. റിസ്കുകൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടും. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അവരുടെ വീടുകളെ ആയിരിക്കാം പറയുന്നത്. കാരണം സൊസൈറ്റി, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി സ്ത്രീകൾക്ക് അസൈൻ ചെയ്യുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ദ 4 വാൾസ് ഓഫ് ദെയർ ഹൗസ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ട് എല്ലാ ഡിഫറൻസിനെയും ചോദ്യം ചെയ്യാനും ഉള്ള ധൈര്യം സ്ത്രീകൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. Nonetheless, even those with the drive to succeed continue to face barriers. അപ്പോൾ എന്നിരുന്നാലും ഇത്തരത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ് ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ്. അപ്പോൾ അത് എത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ബാരിയേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരിക? ചിലപ്പോൾ അത് ഏതിൻ്റെ കാര്യത്തിലായിരിക്കും? ഒരു വില്ലേജിൽ അവിടുത്തെ ഗേൾസിന് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, പ്രാഥമിക വിദ്യാഭ്യാസം, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിൽ സ്ത്രീകൾക്ക് ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. അപ്പോൾ ഇവിടെ ക്രിസ്റ്റ്യൻ ലെക്കാർഡ് എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു ലോകം തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്ത്? അവിടെ ആൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രജുഡീസ്. എല്ലാ സ്ത്രീകൾക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റണം. എങ്ങനെ? വിത്തൗട്ട് ഇംപെഡിമെൻറ്റ് ഓർ പ്രജുഡീസ്. ഒരു തടസ്സങ്ങളുമില്ലാതെ, യാതൊരു മുൻവിധികളുമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ലോകം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. പ്രജുഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധികൾ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്. അതിൻ്റെ ആ ഗുണങ്ങൾ ലോകത്തിന് റീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും കൊയ്തെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് അതിൻ്റെ ബെനിഫിറ്റ് വേൾഡിന് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദർ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്പീച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 3 L's, അതായത് ലേണിങ്, ലേബർ, ലീഡർഷിപ്പ്, ഈ 3 L'ും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്നത് നമ്മൾ മാറ്റങ്ങളെ സധൈര്യം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് അവരവരുടെ ഈ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സ്പീച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ക്രിസ്റ്റ്യൻ ലെഗാർഡിൻ്റെ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന സ്പീച്ചിനെ പറ്റി പറയാനുള്ളത്. ഈ സ്പീച്ചിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് 3 കാര്യങ്ങൾ, ടൈറ്റിൽ സജസ്റ്റ് ചെയ്ത പോലെ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന കാര്യമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ്
എംപവർമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഈ 3 കാര്യങ്ങളും എങ്ങനെയാണ് ദ റിക്വിസിറ്റ്സ് ഓഫ് എംപവർമെൻറ്റ് ആവുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് അധികമൊന്നുമില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്ന വേർഡ്സിൻ്റെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഗോ അഹെഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.